നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കുരുക്കുമുറുക്കുകയാണ് ഇഡി. പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അണികൾ. കേസിൽ 751 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ കോടതി കണ്ടുകെട്ടിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 2022 ജൂണിലാണ് രാഹുൽ ഗാന്ധിയെ ഇഡി അവസാനമായി ചോദ്യം ചെയ്തത്. ഏകദേശം 40 മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്യൽ. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ 3 ദിവസങ്ങളിലായി 11 മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്തത്. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിലെ പങ്കിനെ കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അസോസിയേറ്റഡ് ജേർണൽസിന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ എത്തിയതെന്നായിരുന്നു ഇഡി ചോദിച്ചറിഞ്ഞത്. ഇഡി റെയ്ഡിനെതിരെ അന്ന് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. കേസന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നതെന്ന് ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേരത്തെ ഇഡി തന്നെ ചോദ്യം ചെയ്യുമെന്ന് സൂചന ലഭിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. എന്റെ ചക്രവ്യൂഹ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല. ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇഡിയിൽ തന്നെയുള്ള ചിലർ എന്നോട് പറഞ്ഞു. ഇരു കൈകളും നീട്ടി കാത്തിരിക്കുന്നു. ചായയും ബിസ്ക്കറ്റും റെഡിയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ട്വീറ്റ് ചെയ്തത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ പുതുതായുണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയുമുണ്ടെന്ന ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് രാഹുലും സോണിയയ്ക്കുമെതിരെ അന്വേഷണം നടക്കുന്നത്. 2000 കോടി ആസ്തിയുള്ള ഹെറാൾഡിന്റെ സ്വത്തുക്കൾ 50 ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓഹരിയുള്ള യങ് ഇന്ത്യ സ്വന്തമാക്കിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. യങ് ഇന്ത്യ അസോസിയേറ്റഡ് പ്രസ് ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ നിലപാട്. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും അടങ്ങുന്ന ഒരു സംഘം കോടികൾ വിലമതിക്കുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചതിയിലൂടെ കൈവശമാക്കി എന്നു കാണിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി കോടതി മുമ്പാകെ 2012 നവംബർ 1 ഒരു സ്വകാര്യ അന്യായം സമർപ്പിച്ചിരുന്നു. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഗവാമി ആവാസ് എന്നീ പത്രങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശത്തിലായി എന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. ഡൽഹിയിൽ യങ് ഇന്ത്യ ഏറ്റെടുത്ത അസോസിയേറ്റഡ് ജേർണൽസ് പ്രസിന്റെ സ്ഥലം സർക്കാർ പത്രപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി വിട്ടുകൊടുത്തതാണെന്നും എന്നാൽ അതിനു വിരുദ്ധമായി യങ് ഇന്ത്യൻ ഇവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തിയെന്നും സ്വാമി ആരോപിക്കുന്നുണ്ട്. ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ യങ് ഇന്ത്യൻ വരുമാനം എന്ന രീതിയിൽ കൈക്കലാക്കിയതും നിയമവിരുദ്ധമാണ് എന്നായിരുന്നു കേസിനാസ്പദമായി പറഞ്ഞത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കാൻ യങ് ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി ഇന്ത്യൻ രൂപ വായ്പ അനുവദിച്ചിരുന്നു. ഇത് ചട്ടവിരുദ്ധമെന്നും സ്വാമി ആരോപിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വാണിജ്യാവശ്യങ്ങൾക്കു വേണ്ടി വായ്പ നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. അസോസിയേറ്റഡ് പ്രസ് ഏറ്റെടുക്കാൻ മാത്രമാണ് ഈ വായ്പ എന്നും ഇതിനു പുറകിൽ യാതൊരു വാണിജ്യ താൽപര്യങ്ങളില്ലെന്നും കോൺഗ്രസ് സ്വാമിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നു.